ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മിഥില മിസ് ആണ്. നമ്മുടെ ക്രിസ്മസ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മക്കളെ, നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് കെമിസ്ട്രി നമുക്കറിയാം. കെമിസ്ട്രി എന്നല്ല, ഏത് സബ്ജക്റ്റ് ആയാലും നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ഇല്ല അല്ലെ, റെഫർ ചെയ്യാനായിട്ട്. സിലബസ് മാറിയത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ആ ഒരു ലെറ്റേഴ്സ് ആസസ് തുടർ പ്രവർത്തനങ്ങൾ വിലയിരുത്താം എന്ന് പറയുന്ന ഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് എല്ലാവരും, എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാര്യം ആ ഒരു പാറ്റേണിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ആ പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് മാർക്ക് നേടാൻ സാധിക്കില്ല. അപ്പൊ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് മിസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്ന രീതി നമുക്ക് നോക്കാം. ഇതിനെങ്ങനെയാണ് ഉത്തരം ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കിക്കളയാം. അപ്പൊ നോക്കിക്കോ, ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഒന്നാമത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തണം. കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തിയിട്ട് ഇത് മൊത്തത്തിൽ നമ്മൾ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ, ആദ്യം ഇവിടെ കാർബൺ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് അല്ലെ. കാർബൺ ഇവിടെ ആദ്യം ഒറ്റയ്ക്ക് നിൽക്കാം. അപ്പൊ ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോ അവന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? ഒരാൾ ഒറ്റയ്ക്ക് നിന്നാൽ ഒരു കെമിക്കൽ റിയാക്ഷനിലും പങ്കെടുക്കുന്നില്ല അല്ലെ. കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്താൽ മാത്രമേ അവന് ഓക്സിഡേഷൻ നമ്പർ വരുള്ളൂ. കാര്യം എന്താ? ഓക്സിഡേഷൻ നമ്പർ എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതോ അല്ലെങ്കിൽ ഇലക്ട്രോണിനെ മേടിക്കുന്നതോ വഴി ഉണ്ടാവുന്ന ഒരു ചാർജ്, അതിനെ നമുക്ക് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയാം അല്ലെ. അപ്പൊ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിനെ മേടിക്കുമ്പോൾ നെഗറ്റീവ് ചാർജും വരും. അപ്പൊ ഈ ഒരു ചാർജിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ ആക്കി കൺസിഡർ ചെയ്യാറുള്ളത്. ശരിയല്ലേ? അപ്പൊ കാർബൺ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാം, ഒരു കെമിക്കൽ റിയാക്ഷനിലും പങ്കെടുത്തിട്ടില്ല. അപ്പൊ കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ വരിക? 0 ആയിരിക്കും അല്ലെ. ഒരു കെമിക്കൽ റിയാക്ഷനിലും പങ്കെടുക്കുന്നില്ല എങ്കിൽ 0 ആയിരിക്കും. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ മക്കളെ, കുറച്ച് ആൾക്കാരുടെ ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അതായത് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ 1ാമത്തെ ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ട് അല്ലെ. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ഇവരൊക്കെ എപ്പോഴും +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുക. ഇനി ഗ്രൂപ്പ് 2 എന്ന് പറഞ്ഞാൽ അതിൽ ആരൊക്കെയുള്ളത്? നമ്മുടെ കാൽഷ്യം, മഗ്നീഷ്യം ഒക്കെ വരുന്ന ഗ്രൂപ്പാണ് ഗ്രൂപ്പ് 2. ഈ ഗ്രൂപ്പ് 2ലെ ആൾക്കാർ എല്ലാവരും കാണിക്കുന്ന ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +2 ആണ്. ഇനി നോക്കിക്കേ, നമ്മുടെ ഓക്സിജൻ. മക്കളെ, നമ്മുടെ ഓക്സിജൻ ആണെങ്കിൽ എപ്പോഴും കാണിക്കുന്ന ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -2 ആണ് കേട്ടോ. ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും -2 ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓക്സിജൻ എപ്പോഴും 2 ഇലക്ട്രോണിനെ മേടിക്കുന്ന ആളാണ്. അവൻ 2 ഇലക്ട്രോണിനെ മേടിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. ഇനി നമ്മുടെ ക്ലോറിൻ ആണ്. മക്കളെ, നമ്മുടെ ക്ലോറിൻ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും -1 ആണ് കേട്ടോ. ക്ലോറിൻ, ഫ്ലൂറിൻ ഇവരൊക്കെ എപ്പോഴും -1 ആണ്. കാരണം ഇത് ഞാൻ പറയാൻ കാരണം, ചിലപ്പോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹിന്റ് തരും. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹിന്റ് തന്നിട്ടില്ല എങ്കിൽ ഏകദേശം ഇത്രയും ആൾക്കാരുടെ ഓക്സിഡേഷൻ നമ്പർ അറിയാമെങ്കിൽ ആരുടെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ ഇനി ആരാ ഉള്ളത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡില് കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എടുത്താൽ ഇതിൽ കാർബണും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. നമുക്കറിയാവുന്ന കാര്യം എന്താ? ഇതിൽ കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പറും ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പറും കൂട്ടിയാൽ നമുക്ക് 0 കിട്ടണം. കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ അറിയില്ല, അപ്പൊ ഞാൻ അതിനെ X എന്ന് വിളിച്ചു, അതേ പ്ലസ്. ഇനി ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ്. ഒരു ഓക്സിജൻ ആറ്റത്തിന്റേത് -2 ആണ്. ശരിയല്ലേ? ഈ ചോദ്യത്തിൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? O2 ആണ്. 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. അപ്പൊ 2 ഓക്സിജൻ ആറ്റത്തിന്റെ ഓക്സിജനേഷൻ നമ്പർ എത്ര കിട്ടാ? ഒരു ഓക്സിജന് 2 രൂപ. അപ്പൊ 2 ഓക്സിജൻ എത്ര രൂപയാ? 2 × 2 4 രൂപ. അതുപോലെ ഒരു ഓക്സിജന് -2. അപ്പൊ 2 ഓക്സിജൻ എത്രയാ? -2 × 2 -4 എന്ന് വരും അല്ലെ. ഓക്കെ, എല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് 0 കിട്ടണം. അപ്പൊ X - 4 = 0. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാ വരിക? -4നെ 0ന്റെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോ. അപ്പൊ എത്രയാ വരിക? +4 എന്ന് വരും. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ +4 ആണ്. അപ്പൊ കിട്ടിയല്ലോ, 2 കോമ്പൗണ്ടിലെയും കണ്ടുപിടിച്ചില്ലേ? സെറ്റ്. ഇനി കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ത് മാറ്റമാണ് ഇവിടെ നടക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ആദ്യം നമ്മുടെ കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ 0 ആയിരുന്നു അല്ലെ. കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ +4 ആയിട്ട് മാറി അല്ലെ. 0ൽ നിന്ന് +4 ആയിട്ട് മാറി. അപ്പൊ കൂടുവാണോ കുറയുവാണോ ചെയ്തത്? 0ത്തെക്കാളും വലുതാണ് +4 അല്ലെ. അപ്പൊ +4 ആകുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ കൂടുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് പറയാം ഇവിടെ കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ
ഇൻക്രീസ് ചെയ്തു, കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നു അല്ലെ, ഇൻക്രീസ് ചെയ്തു അല്ലെങ്കിൽ കൂടുന്നു എന്ന് നമുക്ക് പറയാം. ഇനി കാർബൺ ഓക്സിഡേഷൻ ഓർ റിഡക്ഷൻ ആണോ നടക്കുക? കാർബൺ ഇവിടെ ഓക്സീകരണമാണോ നിരോക്സീകരണമാണോ നടന്നത്? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. നമുക്കറിയാം ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ നമ്മൾ അതിനെ എന്താ വിളിക്കുക? ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ നമുക്കതിനെ ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം എന്ന് പറയാം. അപ്പൊ കാർബണിന് ഇവിടെ ഓക്സിഡേഷൻ ആണ് സംഭവിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഓക്സിഡേഷനിൽ ഞാൻ ടിക്ക് ചെയ്യുന്നേ, ഓക്സീകരണത്തിൽ ഞാൻ ടിക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഓക്സിഡേഷൻ നമ്പർ കുറയായിരുന്നെങ്കിലോ? അപ്പൊ നമുക്ക് അവിടെ റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം സംഭവിച്ചു എന്ന് പറയാം. ഇനി ഇവിടുത്തെ ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റിനെ എങ്ങനെ കണ്ടുപിടിക്കുക? ഓക്സികാരി നിരോക്സികാരി. ആർക്കാണോ ഓക്സിഡേഷൻ നടക്കുക അയാളെ നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് എന്ന് വിളിക്കും അല്ലെ. ഓക്സീകരണം സംഭവിക്കുന്ന ആളെ നമുക്ക് നിരോക്സികാരി എന്ന് വിളിക്കാം. ഇനി ആർക്കാണോ റിഡക്ഷൻ നടക്കുന്നത് അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സിഡൈസിങ് ഏജന്റ്. നിരോക്സീകരണം നടക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഓക്സികാരി. അപ്പൊ നമ്മൾ ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു കാർബണിന് ഓക്സിഡേഷൻ നടക്കുന്നു. സോ കാർബൺ ഇവിടുത്തെ ആരാ? ഓക്സിഡേഷൻ നടക്കുന്ന ആളെ നമുക്ക് എന്ത് വിളിക്കാം? റെഡ്യൂസിങ് ഏജന്റ് അല്ലെങ്കിൽ നിരോക്സീകാരി എന്ന് പറയാം. ശരിയാണോ മക്കളെ? അപ്പൊ കാർബൺ ആണ് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് അല്ലെങ്കിൽ നിരോക്സീകാരി. ഇനി ഓക്സിഡൈസിങ് ഏജന്റിനെ കണ്ടെത്തണം. അതിനിവിടെ ആർക്കാണ് ഓക്സിഡേഷൻ നടന്നത് എന്ന് നമ്മൾ അറിയണം വേണ്ടേ? അപ്പൊ നോക്കിക്കേ, HNO3 എന്ന് പറയുന്ന കോമ്പൗണ്ടിലെ നമുക്ക് എല്ലാവരുടെയും ഓക്സിഡേഷൻ നമ്പർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. HNO3 മക്കളെ, ഹൈഡ്രജൻ എപ്പോഴും +1 ആണ് കേട്ടോ. ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും +1 ആണ്, അത് ഓർത്തിരിക്കാം. അപ്പൊ ഹൈഡ്രജൻ ഇവിടെ +1 ആണ്, ഒരു ഓക്സിജൻ -2 ആണ് എന്ന് നമുക്കറിയാം. ഇവിടെ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 3 ഓക്സിജൻ ആറ്റം ഉണ്ട്. അപ്പൊ -2 × 3 ചെയ്യാ, -6 എന്ന് വരും. നൈട്രജന്റെ നമുക്കറിയോ? അറിയില്ല, ഞാൻ X എന്ന് എടുത്തു. ഇനി നമുക്ക് അറിയാവുന്ന കാര്യം എന്താ? ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഇവരുടെ 3 പേരുടെയും കൂട്ടിയാൽ എനിക്ക് 0 കിട്ടണം. ഹൈഡ്രജന്റേത് +1 ആണ്, അതേ പ്ലസ്. നൈട്രജന്റെ അറിയില്ല, X. ഓക്സിജൻ -6 ആണ്, എല്ലാം കൂടെ കൂട്ടിയാൽ 0 കിട്ടണം. അപ്പൊ +1 അല്ലെ, +1ഉം -6 നമുക്ക് ക്യാൻസൽ ചെയ്യാം. +1നെ -6നോട് കൂട്ടിയാൽ നമുക്ക് -5 എന്ന് കിട്ടും. അതായത് X - 5 = 0. അപ്പൊ Xന്റെ വാല്യൂ എത്രയാ വരിക? -5നെ 0ന്റെ അടുത്തേക്ക് കൊണ്ടുപോയാൽ +5 എന്ന് കിട്ടും. HNO3 എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ നമ്മുടെ നൈട്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +5 ആണ്. ഓക്കെ, ഇനി നോക്കിക്കേ മക്കളെ, NO2ല് ഇനി നമുക്ക് നൈട്രജന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ച് നോക്കാം. ഓക്സിജന്റെ എത്രയാ വരിക? ഒരു ഓക്സിജന്റെ ഇത് -2 ആണ്. ചോദ്യത്തിൽ O2 ആണ്, 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? -2 × 2 ചെയ്യാ, നമുക്ക് -4 എന്ന് ഉത്തരം കിട്ടും. നൈട്രജന്റെ അറിയില്ല, X എന്ന് എടുത്തു. ഇനി നമുക്കറിയാവുന്ന കാര്യം എന്താ? നൈട്രജനും ഓക്സിജനും കൂട്ടിയാൽ നമുക്ക് 0 കിട്ടണം. നൈട്രജൻ X ആണ്, ഓക്സിജൻ -4 ആണ്. അപ്പൊ X - 4 = 0, അല്ലെങ്കിൽ X = ഇവനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ +4 എന്ന് കിട്ടും അല്ലെ. അപ്പൊ NO2 എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ നൈട്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ മക്കളെ? +4 ആണ്. ഇനി നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്തേ. ആദ്യം നൈട്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +5 ആയിരുന്നു. കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ അത് +4 ആയിട്ട് കുറഞ്ഞു, 5ൽ നിന്ന് 4 ആയിട്ട് കുറഞ്ഞു അല്ലെ. അപ്പൊ 5ൽ നിന്ന് 4 ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ എന്ത് മാറ്റാ നടന്നത്? ഇവിടെ ഡിക്രീസ് ചെയ്തു അല്ലെ. ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്തു. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ നമ്മൾ അതിനെ എന്താ വിളിക്കുക? റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം എന്ന് പറയാം. ശരിയല്ലേ? അപ്പൊ മക്കളെ, ഇവിടെ റിഡക്ഷൻ നടന്നത് ആർക്കാ? ഇവിടെ റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം സംഭവിച്ചത് നൈട്രജൻ ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ഓക്സിഡൈസിങ് ഏജന്റ് ഏതാ? ആർക്കാണോ റിഡക്ഷൻ നടന്നത് അയാളാണ് ഓക്സിഡൈസിങ് ഏജന്റ്. നിരോക്സീകരണം നടന്ന ആളെ നമുക്ക് ഓക്സികാരി എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഓക്സികാരി ആരാ? നൈട്രജൻ ആണ് ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് അല്ലെങ്കിൽ
ഓക്സിഗാരി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിന് വരെ നിങ്ങളോട് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കൃത്യമായിട്ട് ഇതേപോലെ അനലൈസ് ചെയ്ത് എഴുതാൻ എന്റെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണം. എല്ലാ കാര്യങ്ങളും മിസ് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മക്കൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ഷെയർ ചെയ്തെത്തിക്കണം. അതേപോലെ ഇന്നത്തെ മാരത്തോൺ ക്ലാസ്സിൽ എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഉണ്ടാവണം. നമ്മൾ ഫുൾ ചാപ്റ്ററും റിവൈസ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ഉണ്ടാവണം കേട്ടോ. അപ്പൊ അങ്ങനെ അങ്ങ് പോകരുത്. നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൊണ്ടുവന്നിട്ടുണ്ട്. മക്കളെ, KMnO4 എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തണം. പൊട്ടാസ്യം ഓക്സിജനും ഒക്കെ എന്താണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഹിന്റ് തരുന്നില്ല. ബിക്കോസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹിന്റ് ഇല്ല എങ്കിലും എന്റെ കുഞ്ഞുങ്ങൾ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ മക്കളെ, ആൻസർ ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പം ഒരു പിങ്ക് ഹാർട്ടും കൂടി ഇടാൻ മറക്കരുത്. സോ നമുക്കെല്ലാം വൈകിട്ടത്തെ ലൈവിൽ കാണാം. ബൈ. ലവ് യു ഓൾ.